നമ്മളെ ഇപ്രാവശ്യത്തെ ചടയമംഗലം ഉപജില്ല സ്കൂൾ കലോത്സവം ഈ നവംബർ 3 മുതൽ 6 വരെ ചിതറ ഗവൺമെന്റ് HSൽ നടക്കുകയാണ്. അപ്പോൾ ഒരു മാസക്കാലമായി സംഘടനാ സമിതിയും ചിതറ നിവാസികളും കലോത്സവം ഏറ്റെടുത്തു. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ മാധ്യമ സുഹൃത്തുക്കളുടെ നിശ്ചയവുമായ ഒരിടപെടൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. കൃത്യമായ വാർത്തകൾ നൽകാനുള്ള ശ്രമം പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതേപോലെ റിസൾട്ടുകൾ നമ്മുടെ പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതാത് ദിവസത്തെ റിസൾട്ടുകൾ മീഡിയ റൂമിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനവും പബ്ലിസിറ്റി കമ്മിറ്റി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ തരം സഹായങ്ങളും പബ്ലിസിറ്റി കമ്മിറ്റി വാഗ്ദാനം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ പലരെയും ഞാൻ ഇന്ന് രാവിലെ ഫോണിൽ കോൺടാക്ട് ചെയ്തിരുന്നു. എല്ലാവരും നല്ല സഹകരണമാണ് എന്നോട് പറഞ്ഞിരുന്നത്. അതേപോലെ ഇവിടെ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ സംഘടനാ സമിതിയുടെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതേപോലെ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, HM, സംഘടനാ സമിതിയുടെ രക്ഷാധികാരി, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ, PTA പ്രസിഡന്റ് തുടങ്ങി എല്ലാവരെയും ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ സ്നേഹപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് അതുപോലെ സബ് ജില്ലാ കൺവീനർ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഫുഡ് കമ്മിറ്റി. നമ്മുടെ വരുന്ന കുട്ടികൾക്ക് എല്ലാ ദിവസവും ഒരു 3000-ൽ അടുത്ത് കുട്ടികളും രക്ഷകർത്താക്കളും ഇതിന് ബന്ധപ്പെട്ട ആൾക്കാരെ മറ്റ് 3000-ഓളം പേരെയാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരു പരിധിവരെ പൂർത്തീകരിക്കുക. നമ്മൾ ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് മേലെ സ്കൂൾ, ഗവൺമെന്റ് LPS ചിതറ, നമ്മുടെ മേലെ സ്കൂൾ എന്നറിയപ്പെടുന്ന സ്കൂളിലാണ്. ഉച്ചയ്ക്ക് അവിടെ എല്ലാവർക്കും ഈ 3000 ആൾക്കാർക്കും അവിടെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു പന്തൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബൊഫേ സിസ്റ്റമാണ്, ഈ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ബൊഫേ സിസ്റ്റമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഹൈജീനിക്കായി വളരെ നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത്. ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ ബന്ധപ്പെട്ട ഇതെല്ലാം തന്നെ അതിൻ്റെ കത്തുകൾ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വെള്ളം പരിശോധിച്ച് അത് ഉറപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാവിധ മുൻകരുതലും ഫുഡ് കമ്മിറ്റി എടുത്തിട്ടുള്ളതാണ്. ഈ പരിപാടി കൂടുതൽ ആൾക്കാരുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി പത്രസമ്മേളനത്തിൽ ചേർന്ന ഈ മുഴുവൻ പത്രപ്രവർത്തകർക്കും നന്ദി കൂടി രേഖപ്പെടുത്തുക. മാധ്യമ പ്രവർത്തകർ കൂടി നമുക്കൊപ്പം ഉണ്ടാവണമെന്ന ഒരു റിക്വസ്റ്റാണ് വെക്കാനുള്ളത്. പിന്നെ നമ്മുടെ കലോത്സവത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതുവരെ മുൻപരിചയമില്ല എങ്കിലും ചോദിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അത്യാഹിതങ്ങൾ നേരിടുന്നതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രമസമാധാന പരിപാലനത്തിന് CIയുടെ നേതൃത്വത്തിലുള്ള ഒരു ക്രമസമാധാന പരിപാലന സംഘം തന്നെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇന്നലെ CIയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ തരത്തിലും ഓരോ കമ്മിറ്റിയും വരുമ്പോൾ അവർക്ക് സുഗമമായ നടത്തിപ്പിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതെല്ലാം സജ്ജീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആവശ്യവും ഞങ്ങൾക്ക് നേരിട്ട് അറിയിക്കണം എന്ന് മാത്രം, ഒരു വിമർശനത്തിലേക്ക് പോകാതെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുമായി ഒന്ന് ആലോചിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കലോത്സവത്തിന്റെ നടത്തിപ്പ് ഏറ്റവും സുഗമമായിരിക്കും, ഏറ്റവും നന്നായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവിധത്തിലും നടത്തിപ്പുകളുടെ ചെറിയ ചെറിയ പാളിച്ചകളില്ലാതെ ഒരു കാര്യവും മുന്നോട്ട് പോവില്ല. അതൊരു വലിയ സംഭവമാണ്. അതിന്റെ ഞങ്ങളൊപ്പം നിന്നത് പരിഹരിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന റിക്വസ്റ്റ് കൂടി വെച്ചുകൊണ്ട് എല്ലാവിധത്തിലും സഹായിക്കണം. എല്ലാ സഹായത്തിനും നന്ദി. ഏറ്റവും നല്ലൊരു കലോത്സവമാക്കി മാറ്റാൻ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. ഇങ്ങനെ സത്യജില്ലാ കലോത്സവം നടക്കുന്നു. അതിൻ്റെ 4 ദിവസത്തെ നടത്തിപ്പും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് പല പോരായ്മകളും ഉണ്ടാവാം. പക്ഷെ ആ ഉണ്ടാവുന്ന പോരായ്മകളെ നിങ്ങൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ വലുതാക്കി കാണിക്കാതെ അത് നല്ല രീതിയിലാണ് ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്നും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ നടത്താനായിട്ട് നമ്മൾ ഭാരവാഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒറ്റക്കെട്ടായതുകൊണ്ടാണ് നാട്ടുകാർ, ഇതിൻ്റെ സംഘാടകർ എല്ലാവരും ഇത് ഭംഗിയായ രീതിയിൽ ഇവിടെ വരുന്ന പങ്കാളികൾക്കായാലും കുട്ടികൾക്കായാലും രക്ഷകർത്താക്കൾക്ക് ആർക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ നല്ല രീതിയിൽ നടത്താനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല സപ്പോർട്ടും നിർദ്ദേശങ്ങളും ഉണ്ടാവണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നമ്മുടെ സബ് ജില്ലാ കലോത്സവവും
നമ്മുടെ നാടിന്റെ ഒരു ഉത്സവ മാമാങ്കമായി മാറ്റേണ്ടതിന്റെ മുഖ്യ ചുമതലക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ. ഇങ്ങനെയൊരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഇപ്പോഴുള്ള ഒരു പൊതു സത്യസന്ധമായിട്ടുള്ള സ്ഥിതിയും ഇതിന്റെ എല്ലാവിധ പ്രചരണങ്ങൾക്കും അത് വിജയകരമായി നടത്തിയെടുക്കുന്നതിലേക്കുള്ള മുഖ്യ പങ്കും വഹിക്കേണ്ടവരാണ് മാധ്യമ പ്രവർത്തകർ. അപ്പോൾ തീർച്ചയായും ഒരു ശരിമയാർന്ന വാർത്തകൾ ഏറ്റവും ശരിയായ നിലയിൽ നാടിന് നൽകിക്കൊണ്ട് എല്ലാവിധത്തിലും മോടിയോടുകൂടിയും അതോടൊപ്പം തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ് ജില്ലാ കലോത്സവമായി ചടയമംഗലം സബ് ജില്ലാ കലോത്സവം ചിത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്നത് നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അതിനേക്കാളേറെ ഞങ്ങൾക്കെല്ലാം അഭിമാനം നൽകത്തക്ക വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലമായി നിങ്ങളെ കൂടി പങ്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. കലാമാമാങ്കമാണ് കേരള സ്കൂൾ കലോത്സവം. ആ കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഉപജില്ലാ കലോത്സവമാണ്. 17 വർഷങ്ങൾക്ക് ശേഷമാണ് ചിതറ അതിന് ആതിഥേയത്വം വഹിക്കുന്നത്. നമുക്കറിയാം, കടയ്ക്കൽ വിപ്ലവത്തിന്റെ സമരനായകനായിട്ടുള്ള ശ്രീ ഭ്രാങ്കോ രാഘവൻ പിള്ളയുടെ നാമധേയം കൊണ്ട് ധന്യമാക്കപ്പെട്ട ചിതറ, ആ ചിതറയിൽ വെച്ച് ഈ കലോത്സവം ഏറ്റെടുക്കുന്നത് വളരെ അഭിമാനപൂർവ്വമാണ് നമ്മളിത് ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സുമനസ്സുകളായിട്ടുള്ള ആൾക്കാർ, നാട്ടുകാർ, പൊതുപ്രവർത്തകർ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി നിസ്സീമമായ സഹകരണങ്ങൾ തന്നിട്ടുണ്ട്. ആ സഹകരണങ്ങൾ നമ്മൾ ഈ കലോത്സവത്തിന്റെ വിജയത്തിനും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. വളരെയധികം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം സാമ്പത്തിക ബാധ്യത ഉള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. നമ്മുടെ ഉപജില്ലയിലെ തന്നെ ഏകദേശം 58ഓളം സ്കൂളിലെ കലാപ്രതിഭകൾ 4 ദിവസങ്ങളിലായി അവരുടെ കലാ വൈഭവങ്ങൾ മാറ്റിവെക്കുന്ന വേദിയാണ് ഇവിടെയുള്ളത്. അവരുടെ രക്ഷകർത്താക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർ, അതുപോലെ നമ്മുടെ നാട്ടിന്റെ ആകെ ഒരു ഉത്സവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ കലോത്സവം. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മുടെ സുമനസ്സുകളുടെ വളരെ നിസ്സീമമായ ഒരു സമീപനം നമ്മുടെ ഈ പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകണം എന്നുള്ളതാണ് സ്കൂളിന്റെ PTA പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ പറയുവാനുള്ളത്. 5, 6 തീയതികളിൽ ചടയമംഗലം ഉപജില്ലയിലെ ഏകദേശം 60ഓളം വിദ്യാലയങ്ങളിൽ നിന്ന് 5000ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം സംസ്കൃത കലോത്സവം, അറബി കലോത്സവവും നടക്കുന്നുണ്ട്. പ്രധാനമായും 6 വേദികളിലാണ് നടക്കുന്നത്. 3-ാം തീയതി രചനാ മത്സരങ്ങൾ മാത്രമേ ഉള്ളൂ. 4-ാം തീയതി രാവിലെ 9 മണിക്ക് കിഴക്കമ്പാകം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ സ്കൂളിലേക്കുള്ള ഘോഷയാത്രയോട് കൂടിയാണ്, വർണ്ണാഭമായ ഘോഷയാത്രയോട് കൂടിയാണ് ഈ കലോത്സവ പരിപാടികൾ ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA-യുമായിട്ടുള്ള ബഹുമാന്യായ ശ്രീമതി ചെഞ്ചുറാണി മേഡമാണ് ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനെ തുടർന്ന് 6 വേദികളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വേദി നമ്മുടെ സ്കൂളിന്റെ ഗ്രൗണ്ടിലുള്ള 1-ാമത്തെ വേദി, 2-ാമത്തേത് ഹൈസ്കൂളിൽ തന്നെയുള്ള നമ്മുടെ ഓഡിറ്റോറിയം, 3-ാമത്തേത് നമ്മുടെ പഞ്ചായത്തിന്റെ ടൗൺ ഹാള്, 4-ാമത്തേത് APRM TTIയിലേത്, 5, 6 വേദികൾ ആൽഫ ട്യൂട്ടോറി സെന്റർ ഫോർ മാത്സുമാണ്. ഇങ്ങനെ 6 വേദികളിലായി നടക്കുന്നു. ഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത് ഗവൺമെന്റ് LPSലാണ്. ഭക്ഷണത്തിന് 4 ദിവസവും ഏകദേശം 2500 മുതൽ 3000 വരെ വിദ്യാർത്ഥികളും എസ്കോർട്ടിംഗ് ടീച്ചേഴ്സും സംഘാടക സമിതി, ജഡ്ജസ് തുടങ്ങി ഒരു ദിവസം 3000ഓളം വരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ, സാമ്പത്തിക സമാഹരണം, എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. ഇതിലെല്ലാത്തിലും ഇവിടുത്തെ ജനങ്ങളും പൗരപ്രമുഖരും മറ്റ് ഭാരവാഹികളും പഞ്ചായത്ത് സമിതിയും എല്ലാ പേരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായി ഭക്ഷണത്തിന് വേണ്ട ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഈ പഞ്ചായത്തിലെയും സമീപത്തെയുമുള്ള നിരവധി വിദ്യാലയങ്ങളിൽ നിന്ന്
ഈ ഉപജില്ലയിലെ തന്നെയുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളും അധ്യാപകരും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഇന്നലെയും ഇന്നുമായി ഭക്ഷണത്തിന് വേണ്ടി ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ സമാപന സമ്മേളനം 6-ാം തീയതിയാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട കൊല്ലം MP ശ്രീ NK പ്രേമചന്ദ്രനാണ് നമ്മുടെ സമാപന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ ഡോക്ടർ PK ഗോപനാണ് സമ്മാനദാനം നിർവഹിക്കുന്നത്. ഉപജില്ലാ കലോത്സവം ഈ വരുന്ന 3-ാം തീയതി മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ ചിതറയിൽ വെച്ച് നടക്കുന്ന വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ അതിൻ്റെ പ്രചരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങളെ അവരുടെ എല്ലാം പരിപൂർണമായ സഹകരണത്തോടുകൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഒരു നല്ല തരത്തിലുള്ള പ്രചരണം കൊടുക്കുന്നതിന് വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങളിവിടെ ക്ഷണിച്ചത്. ഇതിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വിശദമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ചുമതല കൂടി നിർവഹിക്കുന്ന എൻ്റെ ഒരു രക്ഷാധികാരി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ചിതറ എന്ന് പറയുന്ന നാട് ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഈ നാട്ടിൻ്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും ഏറ്റെടുത്ത ഒരു പരിപാടിയായി ചിതറയിലെ ഈ ഉപജില്ലാ കലോത്സവം മാറിയിരിക്കുകയാണ്. അതിനാവശ്യമായ തരത്തിൽ അടിത്തട്ട് വരെയുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ സംഘാടക സമിതി എന്നുള്ള നിലയിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും അതിൻ്റേതായ കുറേയധികം പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്, പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. സാമ്പത്തികമായ വലിയ ബാധ്യത വരുന്ന ഒരു പ്രവർത്തനമെന്ന നിലയിൽ അതിൻ്റേതായ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ 10-60 സ്കൂളുകളിൽ നിന്ന് മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും നല്ല കലാപ്രതിഭകൾ ഒന്നിനൊന്ന് എടുത്തു പറയാവുന്ന തരത്തിലുള്ള കലാപ്രതിഭകളാണ് മത്സരത്തിനായി ഇവിടെ ഈ 4 ദിവസക്കാലം എത്തുന്നത്. ആ 4 ദിവസക്കാലം ചിതറയുടെ ഒരു പൊതു ഉത്സവമായി ഈ വേദി മാറ്റുന്നതിനാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം 4-ാം തീയതിയാണ് നടക്കുന്നത് എങ്കിലും 3-ാം തീയതി മുതൽ തന്നെ ഇതിൻ്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. 4-ാം തീയതി രാവിലെ കിഴക്കുംഭാഗത്ത് നിന്ന് നമ്മുടെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ സംഘടനാ രംഗത്ത് നിൽക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഇവരെല്ലാം അണിചേരുന്ന നല്ല വിപുലമായ ഒരു ഘോഷയാത്ര കിഴക്കുംഭാഗത്ത് നിന്നും ആരംഭിച്ച് നേരെ ചിതറ സ്കൂളിൽ എത്തിച്ചേരുന്നതോടുകൂടി 4-ാം തീയതി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും. ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യായ നമ്മുടെ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണിയാണ് നിർവഹിക്കുന്നത്. ഈ നിലയിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും ഇനിയുള്ള ദിവസക്കാലം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഈ സംഘാടക സമിതിയുടെ പ്രവർത്തനത്തിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും സഹകരണവും നൽകി വിജയിപ്പിക്കണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത്. പക്ഷേ ഈ ഓൺലൈൻ മീഡിയാസ് നന്നായിട്ട് പറയും റിസൾട്ട് സമയബന്ധിതമായി എത്തിക്കാനുള്ള
സംവിധാനം. പ്രോഗ്രാം കമ്മിറ്റിയുടെ റൂം എന്ന് വരുത്തിയിരിക്കുന്ന മുകളിലാണ് സാറേ ഇവിടെയാണ്. രണ്ടാം സ്കൂളും. നമസ്കാരം. നമ്മുടെ ഈ മാസം 3, 4, 5, 6 തീയതികളിൽ ചിത്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന ചടയമംഗലം ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെയും പൊതുജനങ്ങളെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നിപ്പോ ഈ പത്രസമ്മേളനം കൂടുന്നത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ സംഘാടക സമിതിയുടെ വർക്കിംഗ് ചെയർമാനും നമ്മുടെ PTA പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ MM റാഫി, അതുപോലെ ഫിനാൻസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ടുള്ള ശ്രീ A അബ്ദുൽ ഹമീദ്, നമ്മുടെ സംഘാടക സമിതിയുടെ രക്ഷാധികാരിയായിട്ടുള്ള ശ്രീ കരകുളം ബാബു, അതുപോലെ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഗിരീഷ്, പിന്നെ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ കൺവീനർ നബീൽ സാർ, നമ്മുടെ സ്കൂളിന്റെ വൈസ് പ്രിൻസിപ്പൽ നസീമ ടീച്ചർ, അതുപോലെ തന്നെ സംഘാടക സമിതി ഭാരവാഹികളും PTA അംഗങ്ങളുമായിട്ടുള്ള ശ്രീ ഷമീം ഹുസൈൻ, അതുപോലെ മറ്റേ SMC PTA ഭാരവാഹികൾ അംഗങ്ങൾ എല്ലാവരും സമ്മേളിക്കുന്നുണ്ട്. സ്കൂളുകൾ തമ്മിൽ സംഘർഷം നടന്ന പല വാർത്തകളും നമ്മൾ കണ്ടു. അപ്പോൾ അത് സംബന്ധമായ നമ്മുടെ സ്കൂളുകളിൽ അങ്ങനെ ഒരു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിനുള്ള ഒരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിൽ പൂർണ്ണമായ അധ്യാപകരും നമ്മുടെ വാളണ്ടിയേഴ്സുമാരും നാട്ടിലുള്ള നമ്മുടെ പ്രവർത്തകരും ഒക്കെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തയ്യാറായി നിൽക്കും. നിങ്ങളുടെ കണ്ണുകളിലും ആചാര്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിങ്ങൾ അറിയുന്നത് ഇടപെട്ട് നമ്മളെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് അതും ഒന്ന് പരിഹരിക്കുന്നതിനുള്ള ഒരു പൂർണ്ണമായ പിന്തുണ നിങ്ങളുടേത് ഞങ്ങൾക്ക് വേണം. ഇതിനെ സഹായിക്കണമെന്നാണ് പറഞ്ഞത്. മാധ്യമപ്രവർത്തകര് ആ പണിയില്ല. വാർത്ത കൊടുക്കുമ്പോഴത്തേക്ക് അല്ല ഇപ്പൊ അതിനകത്ത് ഇത് റിക്കാർഡാണ്, ഇതൊന്നും ഞാൻ പറയുന്നത്. പോട്ടെ, ഗവൺമെന്റ് എടുത്ത് സ്വകാര്യമായിട്ട് പറയാം. അതെ, സത്യസന്ധമായ വാർത്ത കൊടുക്കും. അത് മാത്രമല്ല ഇപ്പോ അല്ല ഞാൻ അത് ഒന്നാമത്